പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെപ്പറ്റി പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്ന കുറെ നികൃഷ്ട ജന്മങ്ങളാണ്. അപ്പൊ അതിനകത്ത് ഞാനും പെടൂലേ? മല്ലു അനലിസ്റ്റ് എന്ന് പറഞ്ഞ ചാനൽ. അപ്പൊ എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ചാനലാട്ടോ അത്. അപ്പൊ ഇവരുടെ ഒട്ടുമിക്ക വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ അഭിപ്രായത്തിനോട് എനിക്ക് ഭൂരിഭാഗ സമയവും യോജിക്കാറാണ്. പക്ഷെ ചില അഭിപ്രായങ്ങൾ, അതായത് ഈ സ്ത്രീ ആണ് എന്നൊക്കെ ഉള്ള വിഷയങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് എനിക്ക് ചില വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരനോട് വരാറുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ ഒട്ടുമിക്ക വീഡിയോസും എനിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ ഈ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പൊ ആ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് ചില കാര്യങ്ങളോട് എനിക്ക് ചില വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ തോന്നി. അപ്പൊ ഭൂരിഭാഗം ആ ഒരു വീഡിയോനകത്ത് ഞാൻ പിന്നെയും പറയുന്നത് എനിക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കണ്ടുപോകാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങിയ താരങ്ങൾ എന്നൊക്കെയാണ് പൊതുവെ സിനിമാ നടന്മാരെ നമ്മുടെ ആങ്കർമാരൊക്കെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ഈ താരങ്ങളാണ് നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ കത്തി നിൽക്കുന്ന സൂര്യന്മാരും. കേരളത്തിന്റെ ബ്രാൻഡ് ഐക്കൺ അംബാസിഡർ പോലെയൊക്കെയാണ് ഗവൺമെന്റ് വക സാംസ്കാരിക പരിപാടികൾക്കൊക്കെ ഇവർ മുഖ്യ അതിഥികളാകുന്നതും. ഇങ്ങനെയൊക്കെ കെട്ടിഘോഷിക്കുന്ന ഈ സാംസ്കാരിക നായകന്മാർക്ക് നടൻ, അഭിനയ പ്രതിഭ, സംവിധായകൻ എന്നതിനപ്പുറം ഈ വേഷം കെട്ടാനുള്ള അർഹതയുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചു കഴിയുമ്പോൾ 100% ഉറപ്പിക്കാം ഇല്ല എന്ന്. സിനിമാ മേഖല ഏതാണ്ട് ജന്മി കുടിയാൻ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന്, അവിടെ മേലാളൻ, കീഴാളൻ, അടിമകളൊക്കെ ഉണ്ട് എന്ന്, സ്ത്രീകളെ ഇതേ ജന്മി മനസ്സോടെയാണ് കാണുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാര്യം ഇപ്പൊ നമ്മുടെ സിനിമേനകത്ത് നോക്കണമെങ്കിൽ സിനിമേനകത്ത് അവർ ഭയങ്കര സ്റ്റാർസ് ആയിരിക്കും, അവർ ഹീറോസ് ആയിരിക്കും, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല, അങ്ങനെയൊക്കെയാണ് ഇവരെ കാണിക്കുന്നത്. ഇപ്പൊ ആരാണെങ്കിലും സിനിമേനകത്ത് അഭിനയിക്കുന്ന ആ ഒരു മെയിൻ ക്യാരക്ടറിനെ അങ്ങനെയായിരിക്കും അവർ പോർട്രേ ചെയ്യുന്നത്. പക്ഷേ അവര് റിയൽ ലൈഫിനകത്തേക്ക് വരുമ്പോഴത്തേക്കും അവർ എന്തൊക്കെ റിയൽ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം അവരെ റിയൽ ലൈഫിനകത്ത് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനും. അല്ലാണ്ട് അവർ സിനിമേനകത്ത് അങ്ങനെയാണ് അതുകൊണ്ടിട്ട് അവരെ റിയൽ ലൈഫിനകത്തും നമുക്ക് ഈ ഒരു വേഷം കൊടുക്കുക, അല്ലെങ്കിൽ റിയൽ ലൈഫിനകത്ത് ഈ ഒരു റോൾ അവർക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം അത് എന്ത് പരിപാടിയാണ് അവർ സിനിമേനകത്ത് കാണിക്കണതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവരങ്ങനെ അഭിനയിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ അവരുടെയൊക്കെ തന്നെ ഊളപ്പടങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ ആ പടങ്ങളൊക്കെ നമ്മൾ നോക്കണല്ലോ, നമ്മൾ അവരെ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങൾ മാത്രം നോക്കിയിട്ട് അവരങ്ങനെയാണ്, അപ്പൊ അവര് റിയൽ ലൈഫിനകത്തും ഈ ഒരു സ്ഥാനം അവർക്ക് കൊടുക്കുക, ഇത്രയും വലിയ സ്ഥാനം അവർക്ക് കൊടുക്കുക, അതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്ന് തന്നെയാണ്. അപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും നമുക്ക് അത് തന്നെയാണ് കാണാൻ പറ്റണം. കാര്യം അവര് റിയൽ ലൈഫിനകത്തുള്ള അവരല്ല സിനിമേനകത്തുള്ളവര്. സിനിമേനകത്ത് അവരുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ റിയൽ ലൈഫിനകത്തേക്ക് വരുമ്പോഴേക്കും ഇവരും തെറ്റുകളും കുറവുകളും അതേപോലെ തന്നെ പല രീതിക്കുള്ള കയ്യിലിരിപ്പുകളൊക്കെ ഉള്ള ആൾക്കാരാണ് വരുന്നുള്ളത് നമുക്ക് ഇപ്പൊ വ്യക്തമായി. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ? ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഈ റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസം പോലും FB-യിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടിരുന്നു. പാർവതിക്ക് ഇപ്പോൾ സിനിമകളൊന്നുമില്ല, വീട്ടിലിരിക്കുകയാണ്, ആണുങ്ങളോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും, വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ മമ്മൂട്ടിയെ ചൊറിയാൻ എന്ന സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു അത്. എന്തായാലും എനിക്ക് സന്തോഷമായി. അഹങ്കാരത്തിന് ഇങ്ങനെ തന്നെ വേണം എന്നും പോസ്റ്റിലുണ്ട്. അതായത് പാർവതിക്ക് മലയാള സിനിമയിൽ അവസരം കുറയുന്നുണ്ടെങ്കിൽ അത് ആണുങ്ങളോട് കളിച്ചതിന് ആണുങ്ങൾ മനഃപൂർവ്വം പണി കൊടുത്തത് കൊണ്ടാണെങ്കിൽ അത് ഈ എഴുതിയവന് പെരുത്തിഷ്ടമായി എന്ന്. ഇത് 1-2 പേരുടെ അഭിപ്രായ പ്രകടനമല്ല, ഒരുപാട് പേർക്ക് ഇതേ അഭിപ്രായമാണുള്ളത്. പ്രായമായ അമ്മച്ചിമാരാണ്, ജോലിയില്ലാതെ വീട്ടിലിരിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സംഘടനയിലെ സ്ത്രീകളെ നിരന്തരം കളിയാക്കുന്ന ഒരുപാട് പുരുഷ കേസരികളുണ്ട്. സ്വാഭാവികമായും ഇവരൊക്കെ ഈ അഹങ്കാരികളായ സ്ത്രീകൾ പണി കിട്ടി വീട്ടിലിരിപ്പാണ് എന്നോർത്ത് സന്തോഷിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. പണി കൊടുക്കുന്നതിൽ, അതായത് പണിയില്ലാതെ വീട്ടിലിരിപ്പിക്കുന്നതിൽ സിനിമാ രംഗത്തെ ചില പ്രമുഖർ മിടുക്കരാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അപ്പൊ ഇങ്ങനെ പറഞ്ഞവർ ഇനി എന്ത് പറയും? അത് ശരിക്കും അവർക്ക് ഒരു 8ന്റെ പണി തന്നെയാണ്. കാര്യം ഇവരിപ്പോ ഈ പാർവതീനാണെങ്കിലും അങ്ങനെയുള്ളവരെയൊക്കെ കളിയാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ മല്ലു അനലിസ്റ്റ് പറയാന്ന് പറഞ്ഞാൽ സ്ത്രീകളെ എല്ലാം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഫുൾ ആണുങ്ങളെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ശരിയാണ്, ഭൂരിഭാഗവും ആണുങ്ങളായിരിക്കാം. ഇപ്പൊ ഇവരെ പോലുള്ളവരെ കളിയാക്കുന്നതൊക്കെ ആണുങ്ങളായിരിക്കാം. പക്ഷെ എന്നാലും അതിൽ സ്ത്രീകളും ഉണ്ടാവും, ഇവരെ കളിയാക്കുന്ന സ്ത്രീകളും ഉണ്ടാവും. അപ്പൊ അവരെ ഒന്നും പറയാണ്ട് ഈ ഫുൾ ആണുങ്ങളെ തന്നെ, ആണുങ്ങൾ ഇതെല്ലാം ഇങ്ങനത്തെ ഒരു ആണുങ്ങൾ മാത്രമാണ് ഇവരെ കളിയാക്കുന്നത് എന്നുള്ള രീതിക്കായി ഇപ്പൊ പുള്ളിക്കാരന്റെ ഈ ഓരോ പറച്ചില്ല പുള്ളിക്കാരെ പറയുന്ന ഈ വീഡിയോയിൽ ഫുള്ള് എനിക്ക് അങ്ങനത്തെ ഒരു ടോൺ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ നോക്കണമെങ്കിൽ പാർവതിക്ക് ഇഷ്ടം പോലുള്ള സൈബർ ബുള്ളിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേക്കും പുള്ളിക്കാരി എന്താണോ ഇതിന് മുന്നേ പറഞ്ഞിട്ടിരുന്നത് അതൊക്കെ ഒരു കണക്കിന് സത്യമായിരുന്നു. അതേപോലെ തന്നെ പുള്ളിക്കാരിയാണ് ഇതിന് സ്ട്രോങ് ആയിട്ട് ആദ്യം തന്നെ ഇവർക്കെതിരെ ഒരു നിലപാട് എടുത്ത ആള്. അപ്പൊ ആ ഒരു ഇതിനകത്ത് നമുക്ക് പുള്ളിക്കാരനെ അപ്രീഷിയേറ്റ് ചെയ്ത് തന്നെ വേണം. അപ്പൊ നമുക്ക് ബാക്കി കൂടെ കണ്ടുനോക്കാം. ഇനി അങ്ങോട്ടാണ് എനിക്ക് പുള്ളിക്കാരനോട് ഇത്തിരി വിയോജിപ്പും കാര്യങ്ങളൊക്കെ തോന്നുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഓളത്തിനൊപ്പം നീന്തണമല്ലോ, അവർ പുതിയൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനൊരു പോസ്റ്റ് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് പോസ്റ്റ്. ഞാനൊരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. ഞാനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നവർ മാത്രമേ സിനിമയിൽ വേണ്ടൂ എന്ന് ഞാൻ പറയുന്നു. ഇതിന് തയ്യാറുള്ളവർ സിനിമയിൽ അഭിനയിക്കുന്നു, ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇതിലൊരു തെറ്റുമില്ല.
ഇത് ഗവൺമെന്റ് ജോബ് അല്ല, ഇത് പ്രൈവറ്റ് ജോബാണ്, ഗവൺമെന്റ് അല്ല. നിങ്ങളെ ആരും നിർബന്ധിച്ച് അഭിനയിപ്പിക്കുന്നില്ല. ഇതിന് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ നോ പറയാം. ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ല. അഥവാ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ തന്നെ സിനിമ നിർമ്മിക്കുക, നിങ്ങൾ തന്നെ സംവിധാനം ചെയ്യുക. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരാണെന്ന് മനസ്സിലാക്കുക. ഞാൻ ശരിയുടെ നിയമമാണ് പറഞ്ഞത്, ഇവിടുത്തെ നിയമം എനിക്കറിയില്ല. തൊഴിലിടം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഇത്തരം ഒരുപാട് പേരുണ്ട്. ഞാനൊരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ പിന്നെ അവിടെ എല്ലാ നിയമങ്ങളും ഞാൻ പറയുന്ന പോലെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരുതരം വെള്ളരിക്കാ പട്ടണമില്ലായി. ഇതിനെപ്പറ്റി ഞങ്ങൾ തന്നെ വിശദമായ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും പറയാൻ വയ്യ. നമുക്ക് വേറൊരു ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ആ കമന്റ് ഇട്ട ആള് ചോദിച്ചാൽ എന്താണ് തെറ്റ്? അതായത് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്തി തരാം. കാര്യം ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ടാണ് പറയുന്നത്. കാര്യം എനിക്ക് ആ ഒരു കമന്റ് വായിച്ചപ്പോഴത്തേക്ക് അതിനകത്തൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം ആ കമന്റിനകത്ത് പുള്ളി പറയണത് എന്താണ്, ഇപ്പൊ ഞങ്ങളൊരു സിനിമ പിടിക്കണാണ്. ഞങ്ങളൊരു സിനിമ പിടിക്കുമ്പോഴത്തേക്കും ആ സിനിമേനകത്ത് അഭിനയിക്കണമെങ്കിൽ ഞങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. അല്ലാണ്ട് അവരാരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾ ബലമായിട്ട് അവരാരെയും ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇപ്പൊ ഒരാൾ സിനിമനകത്ത് അഭിനയിക്കാൻ നമ്മളെ അടുത്ത് നമ്മളെ വിശ്വസിച്ച് വന്നിട്ട് നമ്മൾ അയാളെ ഫോഴ്സ് ചെയ്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇവർ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാം, ഈ സിനിമാക്കാർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാം. പക്ഷെ ഇവരാരെയും ഫോഴ്സ് ചെയ്യിക്കുന്നില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അതാണെന്ന് റൂൾ, അതാണ് ഞങ്ങളുടെ ഈ സിനിമനകത്ത് അഭിനയിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണം, ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സിനിമനകത്ത് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പറയുന്നതിൽ എവിടെയാണ് തെറ്റ്? ഇത് ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ തന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ ഗവൺമെന്റിന്റെ ഇതോ അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല. അപ്പൊ പ്രൈവറ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവര് പറയുന്നതാണ് അവിടുത്തെ ഒരു റൂള്. ഇപ്പൊ നമ്മൾ സിനിമനകത്ത് അഭിനയിക്കുന്നതാണെങ്കിലും അവർ ഓരോ ക്രൈറ്റീരിയാസ് പറയൂലേ, നിങ്ങൾക്ക് ഇത്ര ഹൈറ്റ് വേണം, നിങ്ങൾക്ക് ഇത്ര ഇന്ന നിറത്തിലുള്ള ആൾക്കാരാണ് വേണ്ടത്. അങ്ങനെ അവർ ക്രൈറ്റീരിയാസ് പറയുന്ന പോലെ തന്നെയാണ് അവരൊരു ക്രൈറ്റീരിയ പറഞ്ഞതാണെന്ന് എന്തുകൊണ്ട് നമുക്ക് അതിനെ കാണാൻ പറ്റൂല? ഇപ്പൊ മല്ലു അനലിസ്റ്റ് അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി ഒന്നും പറയുന്നില്ല. പുള്ളി പറയുന്ന പുള്ളിയുടെ വേറെ ഏതോ വീഡിയോ പോയി കണ്ടു നോക്കാനൊക്കെ പറയുന്നത്. അതെന്തോ ഒരു മുട്ടാപ്പൊക്ക് ന്യായമായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ആ ഒരു വിഷയം ഇവിടെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾ ഇവിടെ പറയണം. അല്ലാണ്ട് നിങ്ങൾ വേറെ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ അത് പോയി കണ്ടു നോക്കുന്നു പറയുന്നത് എന്ത് പരിപാടിയാണ്? നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി നിങ്ങൾ ഇവിടെ പറയാത്തത് ഒരു മോശമായി പോയി എന്ന് തന്നെ എനിക്ക് തോന്നി. നമ്മളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ആ കമന്റ് ഇവിടെ വായിക്കരുതായിരുന്നു. നിങ്ങൾക്ക് അതിനുള്ള മറുപടി പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അത് വായിക്കരുതായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ. ബാക്കിയുണ്ടോ? ഇനിയുള്ളത് ഈ ഒരു റിപ്പോർട്ടിനെ മുൻനിർത്തി സിനിമാ രംഗത്തെ അവിഹിത കഥകൾ പൊടിപ്പും തൊങ്ങലും ഇട്ട് യൂട്യൂബിലിട്ട് കാശുണ്ടാക്കുന്ന ചില വൃത്തികെട്ട ജന്മങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ആ വൃത്തികെട്ട ജന്മങ്ങളിൽ ഈ മല്ലു അനലിസ്റ്റും പെടുവോ എന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കാര്യം നിങ്ങളും അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കാര്യം നിങ്ങളും എല്ലാം അറിഞ്ഞിട്ടല്ല ഈ ഇപ്പൊ റിപ്പോർട്ടിനകത്താണെങ്കിലും ഇപ്പൊ നമ്മള് ഇപ്പൊ ഓരോരോ അപ്ഡേറ്റുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലാണ്ട് എല്ലാം വന്നു കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങളും പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് തന്നെയാണ് വീഡിയോ ഇടുന്നത്. ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ നിങ്ങൾ ഈ പറയുന്ന അപ്പൊ ഈ നികൃഷ്ട ജന്മങ്ങൾ എന്ന് പറയുന്ന അതിനകത്ത് നമ്മളെല്ലാവരും ഇപ്പൊ പെടും. അപ്പൊ നിങ്ങൾ മാത്രം എത്ര നല്ല പുള്ളിയായിട്ട് ഇരിക്കൊന്നും വേണ്ട, അത് ഇരിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നല്ല. അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇതാണ് പുള്ളിക്കാരനോട് ഇത്തിരി വിയോജിപ്പും കാര്യങ്ങളൊക്കെ തോന്നാൻ കാര്യം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും തോന്നിയെന്നുള്ളത് ഈ വീഡിയോയുടെ കണ്ടിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.